ഹലോ നമസ്കാരം, എല്ലാവർക്കും ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഗ്യാസ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. ഡോക്ടർമാർക്കും രോഗികൾക്കും ഒരേപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല ലക്ഷണങ്ങളെയാണ് പലരും ഈ പറയുന്ന ഗ്യാസ് എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ചിലർക്ക് അത് ചെറിയൊരു വയറുവേദന ആവാം, ചിലർക്ക് ഛർദി ആവാം, ചിലർക്ക് വയറ് വീർക്കൽ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, വയറ്റിൽ നിന്ന് പോവാണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ പലരും പല പ്രശ്നങ്ങളെയും ഈ പറയുന്ന ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ മെഡിസിനിൽ ഈ ഗ്യാസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ GERD, അതായത് ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലെക്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം. അതുപോലെ തന്നെ ഈ ബ്ലോട്ടിങ്, അതായത് നമ്മുടെ വയറ് വീർക്കലും വയറ് കമ്പിക്കലും ഒക്കെ എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളെയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് കോമൺ ആയിട്ട് ആൾക്കാർ വിശേഷിപ്പിക്കുന്നത്, ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഗ്യാസ്ട്രൈറ്റിസ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം അന്നനാളത്തിലൂടെ ആമാശയത്തിൽ ചെന്നെത്തുന്നു. ആമാശയത്തിൻ്റെ അകത്ത് അവിടെ ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ആസിഡാണ് നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. പക്ഷേ ഈ ആസിഡ് നമ്മുടെ ആമാശയത്തിൻ്റെ ഭിത്തിയിൽ ഒരിക്കലും എത്തുകയില്ല. കാരണം ആമാശയത്തിൻ്റെ അകത്ത് പശ പോലെ ഇരിക്കുന്ന ഒരു പദാർത്ഥമുണ്ട്, അതായത് ഒരു മ്യൂക്കസ് കവറിംഗ് ഉണ്ട് ഈ ആമാശയത്തിന്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളാൽ ഈ പറയുന്ന മ്യൂക്കസ് അത് നമ്മുടെ ആമാശയത്തിൽ കുറയുകയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വിള്ളൽ സംഭവിക്കുമ്പോഴാണ് ഈ ആസിഡ് ആമാശയത്തിൻ്റെ അകഭാഗത്തെ ഭിത്തിയിൽ ചെന്നെത്തുന്നതും അവിടെ നീർക്കെട്ടുണ്ടാവുന്നതും അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ഈ പറയുന്ന അൾസർ, വ്രണങ്ങൾ സംഭവിക്കുകയും അതിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ദ്വാരം വരെ വരാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചെല്ലുന്നത്. അപ്പോൾ ഈ പറയുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ GERD, അതായത് ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലെക്സ് ഡിസീസ്, അതായത് നമ്മൾ ഈ പറയുന്ന ആസിഡുമായിട്ട് മിക്സ് ആയിട്ടുള്ള ഭക്ഷണം നമ്മുടെ തിരിച്ച് അന്നനാളത്തിലോട്ട് വരാതെ സംരക്ഷിക്കുന്ന ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ട്. അതായത് നമ്മുടെ അന്നനാളത്തിൻ്റെ താഴെ ഒരു ചെറിയൊരു പേശിയുണ്ട്. ഈ പേശിയാണ് നമ്മുടെ ആസിഡുമായിട്ട് മിക്സ് ആയിട്ടുള്ള ഭക്ഷണത്തെ തിരിച്ചു വരാണ്ട് സംരക്ഷിക്കുന്നത്. കാരണം ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ അന്നനാളത്തിൽ അത് വ്രണങ്ങൾ, അത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് ബ്ലോട്ടിങ്. അത് പലരും ഈ പറയുന്ന ഗ്യാസ്ട്രൈറ്റിസുമായിട്ട് കൺഫ്യൂഷൻ ആവാറുള്ള ഒരു കാര്യമാണ്. ബ്ലോട്ടിങ് എന്ന് പറയുമ്പോൾ വയറ് വീർക്കൽ, വയറ് കമ്പിക്കൽ, അതുപോലെ തന്നെ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ്, അങ്ങനെ ഒരു തോന്നൽ, അത് ഒരു പാത്തോളജിക്കൽ, അതായത് ഒരു അസുഖമായിട്ടുള്ളൊരു കാര്യമല്ല. അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാൽ സംഭവിക്കുന്നതാണ്. കാരണം ഈ അധികം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം കഴിക്കുന്ന ആൾക്കാർക്ക്, അരി ഭക്ഷണം, മൈദ, അതുപോലെ ഉരുളക്കിഴങ്ങ്, അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അധികം ഉള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് ഈ നമ്മുടെ ആമാശയത്തിലും ബാക്കി ചെറുകുടലിലും വൻകുടലിലും ഈ ഭക്ഷണം എത്തുമ്പോൾ അവിടെ ഈ ദഹനം സംഭവിക്കുന്ന സമയത്ത് ഈ ഭക്ഷണങ്ങളിൽ നിന്നും അധികം കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള വായു അധികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ വയറിൽ ഈ ഒരു കമ്പിക്കലും വയറ് വീർക്കലും അതുപോലെ തന്നെ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് ഫുള്ളാവുന്ന ഒരു അവസ്ഥയൊക്കെ സംഭവിക്കുന്നത്. അതിനെയാണ് നമ്മൾ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഗ്യാസ്ട്രൈറ്റിസും തമ്മിൽ വലിയൊരു ബന്ധമില്ല, അത് വേറെ ഒരു പ്രശ്നമാണ്. എന്നാലും ഈ പ്രശ്നത്തെയും ആൾക്കാർ ഗ്യാസ് ട്രബിൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഗ്യാസ്ട്രൈറ്റിസിൻ്റെ കാരണങ്ങൾ? നമുക്കറിയാം, ഈ ആമാശയത്തിൽ ഈ പറയുന്ന ആസിഡിനെ തകർക്കാൻ കഴിവുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്. അതാണ് H. പൈലോറി അല്ലെങ്കിൽ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ. ഈ ബാക്ടീരിയ ഈ പറയുന്ന ആസിഡിലും അത് സർവൈവ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഈ ബാക്ടീരിയയുടെ ഇൻഫെക്ഷനാണ് ഏറ്റവും സാധാരണയായിട്ട്, ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രശ്നം, ഈ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തേത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണമാണ് അധികമായിട്ട് വേദനയ്ക്കുള്ള NSAIDs അല്ലെങ്കിൽ ആസ്പിരിൻ പോലെയുള്ള മരുന്നിൻ്റെ ഉപയോഗം. അതും ഈ പറയുന്ന
ആമാശയത്തിൻ്റെ ഭിത്തികളിൽ വ്രണങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള മരുന്നുകളാണ്. വേറെയും മരുന്നുകളുണ്ട്, പക്ഷേ കോമൺ ആയിട്ട് ഈ പറയുന്ന എൻസെറ്റ്സ് ആണ് ഈ പറയുന്ന വ്രണങ്ങൾ ഉണ്ടാക്കാനായിട്ട്, ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്നത്. മൂന്നാമത്തേത് മദ്യപാനവും അതുപോലെ തന്നെ പുകവലിയും. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്നവർക്ക് ഏകദേശം ഉറപ്പായിട്ടും ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാറുണ്ട്. പിന്നെ വരുന്ന കാരണങ്ങളിൽ കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ ഭക്ഷണ രീതി, അതായത് അധികം കൊക്കക്കോള, എയറേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നവർക്കും അതുപോലെ അളവിൽ കൂടുതൽ ചായ, കോഫി ഇങ്ങനെയുള്ള പാനീയങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഈ പറയുന്ന ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാറുണ്ട്. പിന്നെ വേറൊരു കോമൺ ആയിട്ടുള്ള ഒരു കാരണമാണ് നമ്മൾ സ്ട്രെസ് ഫാക്ടർ, അതായത് അധികം ടെൻഷനുള്ള, അധികം സ്ട്രെസ്സുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന ആസിഡിൻ്റെ പ്രൊഡക്ഷൻ വയറ്റിൽ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സമയത്തും ഈ പറയുന്ന അൾസറുകൾ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് സംഭവിക്കാറുണ്ട്. പിന്നെ പൊണ്ണത്തടി എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. പൊണ്ണത്തടി ഉണ്ടാവുന്ന ആൾക്കാർക്കും ഗ്യാസ്ട്രൈറ്റിസ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഗ്യാസ്ട്രൈറ്റിസും അതുപോലെ GERD എന്ന് പറയുമ്പോൾ, ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആസിഡുമായിട്ട് മിക്സായ ഈ ഭക്ഷണം തിരിച്ചു വരലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് ലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്നത്? ഗ്യാസ്ട്രൈറ്റിസിൽ നമുക്കറിയാം വളരെ കോമൺ ആയിട്ട് വയറുവേദനയാണ്. അതായത് നമ്മുടെ നെഞ്ചിൻ കൂടിനകത്ത് എരിവ് അല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ മുകൾ ഭാഗത്ത് വേദന അനുഭവിക്കാറുണ്ട്. എരിച്ചിൽ, പുളിച്ചിൽ പോലെയുള്ള വേദനകളാണ് കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെ ഒരു ഛർദ്ദിക്കാൻ തോന്നൽ അല്ലെങ്കിൽ ഛർദ്ദിക്കൽ, അതുപോലെ തന്നെ വയറ് വീർക്കൽ, അതുപോലെ തന്നെ ഈ ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും നിർത്താതെയുള്ള ചുമ, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ വായിൽ ഭയങ്കര പുളിച്ചിലൊക്കെ ഉണ്ടാവുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പെട്ടെന്ന് ഈ പറയുന്ന ഭക്ഷണം കയറി തിരിച്ചു വരുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ലക്ഷണങ്ങളിൽ വരുന്നത്. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ ബ്ലോട്ടിങ്ങിൽ ആൾക്കാർക്ക് പെട്ടെന്നുള്ള വയർ വീർക്കൽ, വയർ കമ്പിക്കൽ, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വയറ് നിറയുന്ന ഒരു അവസ്ഥ. ഇല്ലെങ്കിൽ ഈ ഗ്യാസ്ട്രൈറ്റിസ് അത് ഗ്യാസ്ട്രിക് അൾസറായിട്ട് മാറുമ്പോൾ അത് വളരെ കോംപ്ലിക്കേഷൻസ്, ഈ പറയുന്ന പെർഫൊറേഷൻ എന്ന് പറയും. അതായത് ഈ വ്രണങ്ങൾ കൂടി പോവുകയാണെങ്കിൽ ഒരു ദിവസം ഈ പറയുന്ന വ്രണങ്ങളിൽ നമ്മുടെ ആമാശയത്തിൽ ദ്വാരം സംഭവിക്കാനും അവിടെ പെർഫൊറേഷൻ ആയിട്ട് നമ്മുടെ ആമാശയത്തിലിരിക്കുന്ന ഭക്ഷണമൊക്കെ വയറിൻ്റെ അകംഭാഗത്തേക്ക് പോകാനും പെരിറ്റോണൈറ്റിസ് അങ്ങനെയുള്ള വലിയ കോംപ്ലിക്കേഷൻസൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളിന് എന്താണ് ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് ഒരു സൊല്യൂഷൻ? ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഭക്ഷണത്തെ ക്രമീകരിക്കണം. കാരണം നമ്മുടെ ശരീരം ഒരു ബയോളജിക്കൽ ക്ലോക്കാണ്. അതായത് ഒരു ഘടികാരം പോലെ പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആമാശയത്തിൻ്റെ അകത്ത് ഈ ആസിഡ് ഉണ്ടാവുന്നത് അത് ഒരു ക്രമത്തിലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാവുമ്പോൾ ഈ പറയുന്ന ആസിഡ് പ്രൊഡക്ഷൻ കൂടുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ആമാശയത്തിൽ വ്രണങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സമയത്ത് ഭക്ഷണം കഴിക്കണമെന്നാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം. രണ്ടാമത്തെ കാര്യം, അധികം എയറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അധികം കൊഴുപ്പുള്ള ഭക്ഷണം, അധികം മസാല, എരിവ് ഒക്കെയുള്ള ഭക്ഷണം കഴിക്കണ്ട എന്നല്ല, പക്ഷേ നമ്മൾ എല്ലാ പ്രാവശ്യവും കുറേ അധികമായിട്ട് ആ ഭക്ഷണത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്രണങ്ങൾ വരാം. ബാക്കി ഈ H. pylori എന്ന് പറയുന്ന ഇൻഫെക്ഷൻ അത് അധികമായിട്ടും ഈ ആൻറ്റാസിഡിൻ്റെ ഗുളികകൾ, ജലൂസിൽ പോലെയുള്ള സൊല്യൂഷൻസ് നിർത്താതെ ഉപയോഗിക്കുന്നവർക്ക് ഈ ആസിഡിൻ്റെ പ്രൊഡക്ഷന് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഇൻഫെക്ഷൻ സംഭവിക്കുന്നത് മലിനമായിട്ടുള്ള ഭക്ഷണത്തിലും വെള്ളത്തിൽ നിന്നുമാണ് ഇതിൻ്റെ ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത ഫുഡും നല്ല വൃത്തിയുള്ള വെള്ളവും മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ. ബാക്കി ഇതിൻ്റെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ഈ പറയുന്ന H. pyloriക്ക് അതിൻ്റേതായിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന GERD എന്ന് പറയുന്ന പ്രശ്നത്തിന് അത് നമ്മുടെ അന്നനാളത്തിൻ്റെ താഴ്ഭാഗത്ത് ഈ പറയുന്ന pH ചെക്ക് ചെയ്തിട്ട്, അതായത് ആസിഡ് കയറി വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് 24 മണിക്കൂർ നമ്മൾ pH നോക്കുന്ന ഒരു കാര്യം. പിന്നെ അവിടെ ഇരിക്കുന്ന ഈ ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ടർ, ആ പേശിയുടെ അതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അവിടെ ഒരു പ്രഷർ എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള
പല ടെസ്റ്റുകളും ഉണ്ട്. അതുപോലെ തന്നെ അൾട്രാസൗണ്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഈ വയറുവേദനയുടെ കാരണം വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം കൂടി ഡോക്ടർമാർ നോക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ ഈ പറയുന്ന പ്രശ്നം അധികം കാലയളവിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു എൻഡോസ്കോപ്പി, അതായത് ക്യാമറ ഉപയോഗിച്ച് ഈ പറയുന്ന ആമാശയത്തിൻ്റെ അകഭാഗവും ചെറുകുടലിൻ്റെ ആദ്യത്തെ ഭാഗവും ഒക്കെ നോക്കാറുണ്ട്. അതിനാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഭക്ഷണം നന്നായിട്ട് ക്രമീകരിക്കുക. അതുപോലെ തന്നെ തൈര്, പ്രോബയോട്ടിക് ക്വാളിറ്റിയുള്ള ഭക്ഷണം നമ്മുടെ ഫുഡിൽ നമ്മൾ കുറേ അധികം കൂട്ടണം. തൈര്, അതുപോലെ തന്നെ ദോശമാവ് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം, ഇതിലൊക്കെ നമ്മുടെ വയറ്റിനകത്തിരിക്കുന്ന നല്ല ബാക്ടീരിയ, ദഹനത്തിന് സഹായിക്കുന്ന നല്ല ബാക്ടീരിയകളെ കൂട്ടാനുള്ള ഭക്ഷണങ്ങളാണ് ഈ പറയുന്ന പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പുകവലിയും ആൽക്കഹോളും, അതായത് മദ്യപാനമൊക്കെ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഒരിക്കലും നമ്മൾ പെട്ടെന്ന് തന്നെ കിടക്കുന്നത് ഒരു നല്ലൊരു ശീലമല്ല. ഈ പ്രത്യേകിച്ച് GERD ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ പെട്ടെന്ന് കിടക്കുമ്പോൾ ഈ പറയുന്ന ഈസോഫേജിയൽ സ്ഫിങ്ക്ടറിൽ പ്രഷർ കൂടും. അപ്പോഴാണ് ഈ പറയുന്ന GERD വരാനുള്ള സാധ്യത കൂടുതലാവുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ വെള്ളം കുടിക്കൽ. കാരണം ആസിഡാണ് ഈ നമ്മുടെ ആമാശയത്തിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് ശേഷം കുറേ വെള്ളം കുടിക്കണം എന്നല്ല, പക്ഷേ ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ നല്ല രീതിയിൽ ഒരു വലിയ ഗ്ലാസ് വെള്ളം കുടിക്കണം. അത് ദഹനത്തെ സഹായിക്കും. അതുപോലെ തന്നെ ഈ ആസിഡിൻ്റെ വീര്യത്തെ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വയറിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഡോക്ടറെ കാണണം. പിന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആൻറ്റാസിഡ്, പാൻഡോപ്പ്, റാൻടാക്ക് എന്ന് പറയുന്ന ഈ ഒമേപ്രസോൾ എന്നൊക്കെ പറയുന്ന മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന ഗ്യാസ്ട്രൈറ്റിസിന് തീർക്കാവുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്നുകൾ അധികം കാലം കഴിക്കുന്നതും പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്.